ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് എ കോർപ്പറേറ്റ് ആൻഡ് ലീഗൽ എൻറ്റിറ്റി വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഈ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ തന്നെ നിയമം വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ്, ഒരു വ്യക്തിയായി തന്നെയാണ് കമ്പനിയെയും കണക്കാക്കുന്നത്. അതിന് നിയമപരമായിട്ടും കോർപ്പറേറ്റ് പരമായിട്ടും വ്യാവസായികമായിട്ടും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. അതിന് പ്രത്യേകമായൊരു നിലനിൽപ്പുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റൊരു ആളുകളുമായി ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ആ കമ്പനിക്ക് ലീഗലായിട്ടൊരു നിയമം ഉണ്ടായിരിക്കും, കോർപ്പറേറ്റുമായിട്ടും ഒരു സ്ഥാനമുണ്ടായിരിക്കും. വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഇത് ഒരു നീണ്ട കാലത്തേക്ക് ഉള്ള വ്യക്തിത്വമായിരിക്കും കമ്പനിക്ക്. ആൻഡ് കോമൺ സീൽ, കമ്പനിയുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നു. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോംഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ലോ ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് സം ബിസിനസ്. ഈ അസോസിയേഷൻ വോളണ്ടറിലി ആയിട്ടാണ്, സ്വമേധയാ ഉണ്ടാക്കുന്നതാണ്. ആരും കമ്പൽ ചെയ്തിട്ട് ഉണ്ടാവുന്നതല്ല. ഒരു കൂട്ടം ആളുകൾ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കമ്പനി. ഇത് നിയമം വഴിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് സം ബിസിനസ്. എന്തെങ്കിലും ബിസിനസ് നടത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഘടനയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഡെഫിനിഷൻസാണ് നിർവചനം എന്നിവ. അതായത് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലി ഡിഫൈൻസ് എ കമ്പനി ആസ് ആൻ അസോസിയേഷൻ ഓഫ് many persons who contribute money or money's worth to a common stock and employ it in some trade or business and who share the profit or loss arising therefrom. കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ വോളണ്ടറി അസോസിയേഷനാണ്. സ്വമേധയാ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി വന്നിരിക്കുകയാണ്. അവരുടെ മണി ഓർ മണീസ് വർത്ത്, പണത്തിന് തുല്യമായ എന്തെങ്കിലുമൊക്കെ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സോ ട്രേഡോ വ്യവസായമോ വാണിജ്യമോ എന്തെങ്കിലും നടത്താൻ വേണ്ടിയിട്ട് അവർ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭമോ നഷ്ടമോ വിധിച്ചെടുക്കാൻ വേണ്ടി വില്ലിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ് കമ്പനി എന്ന് പറയുന്നത്. അതാണ് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലിയുടെ ഡെഫിനിഷൻസ്. സെക്കൻഡ് ഡെഫിനിഷൻസ് പ്രൊഫസർ ഹാനിയുടെയാണ്. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ആള് കമ്പനിയുടെ ഫീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. കമ്പനി ഒരു വ്യക്തിയായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് കമ്പനി. ക്രിയേറ്റഡ് ബൈ ലോയുടെ ബേസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി, കമ്പനിക്ക് എപ്പോഴും ഒരു നിലനിൽപ്പ്, ഒരു ഇൻഡിപെൻഡൻറ്റ് നിലനിൽപ്പ് ഉണ്ടാകും. കമ്പനി ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കമ്പനിയുടെ നിലനിൽപ്പുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഉള്ളത്. വിത്ത് പെർപെച്വൽ സക്സഷൻ, അതായത് കമ്പനി ഒരു നീണ്ട കാലത്തേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആൻഡ് എ കോമൺ സീൽ, കമ്പനിയുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഒരു ലോഗോ, ഒരു പേര്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതാണ് പ്രൊഫസർ ഹാനിയുടെ ഡെഫിനിഷൻ. അടുത്ത ഡെഫിനിഷൻ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 1956 പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ് ഒരു കമ്പനി എന്താണെന്നുള്ളത്. അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 1957, എ കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. കമ്പനി ആക്ടിൽ പറഞ്ഞ പ്രകാരം കമ്പനി
ഈ കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനിയും ഒരു കമ്പനിയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഏതൊരു കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ രജിസ്റ്റർ ചെയ്തതും എല്ലാം നമ്മളൊരു കമ്പനി എന്ന ഐഡൻറ്റിറ്റിയിൽ തന്നെ കണക്കാക്കപ്പെടുന്നു. ഓർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആയിരിക്കണം അത്. ഈ എക്സിസ്റ്റിംഗ് കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ എനി ഓഫ് ദ ഫോർമർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 1956 വരുന്നതിന് മുമ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൾറെഡി ഒരു കമ്പനി എന്ന പേരിൽ കമ്പനീസ് ആക്ട് 1956 വരുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു കമ്പനിയായി തന്നെ ഒരു കമ്പനിയാണ് എക്സിസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇനി ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2030, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനീസ് ആക്ട് 1956 നിന്നും കൂടുതൽ നിയമങ്ങൾ ആഡ് ചെയ്തിട്ടും കൂടുതൽ ചില നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ടും പുതുക്കിക്കൊണ്ട് കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് 2030 പറയുന്നത് കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2030. കമ്പനി 2030 അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും നിയമങ്ങൾ മീൻസ് കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്ത കമ്പനിയോ ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഒരു കമ്പനി എന്ന് തന്നെ നമ്മൾ കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഒരുപാട് വ്യക്തികളുടെ വില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അവർ സ്വമേധയാ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഒരുപാട് വ്യക്തികളുടെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമം വഴി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് കമ്പനിയെ കണക്കാക്കുന്നത്. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിന് കമ്പനിയുടെ ഓണറിൽ നിന്നും പ്രത്യേകമായൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥിതിയാണ് ഉള്ളത്. ഓണറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഉള്ള നിയമവ്യവസ്ഥിതിയാണ് ഒരു കമ്പനിക്ക് ഉള്ളത്. ഇറ്റ് ഹാസ് എ പെർപെച്വൽ സക്സഷൻ ഓർ എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഇതൊരു ദീർഘകാല അളവിലേക്ക് വേണ്ടിയിട്ടാണ് കമ്പനി നിർമ്മിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടിയിട്ടല്ല. ഇറ്റ് ഹാസ് എ കോമൺ സീൽ. കമ്പനിക്ക് തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് പേര്, അതിൻ്റെ ഒരു ലോഗോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് പ്രത്യേകമായൊരു ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്. അതിന് ഓണറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് കോൾഡ് ഷെയർസ്. ദി ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ എമൗണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടിനെ എല്ലാം ചെറിയ ചെറിയ പാർട്സാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചെറിയ ചെറിയ പാർട്ടുകളെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ദി ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഈ ഷെയർസ് നമ്മൾക്ക് ഫ്രീ ആയി കൈമാറ്റം ചെയ്യപ്പെടാം. പക്ഷേ ഇതിന് ചില കണ്ടീഷൻസൊക്കെ ബാധകമായിട്ട് വരുന്നു. The liability of the shareholder of a company is limited to the unpaid value of his shares. ഒരു ഷെയർ ഹോൾഡറിന് അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അടച്ചു തീർക്കാത്ത എമൗണ്ട് ആയിരിക്കും. അയാൾ എത്ര രൂപയ്ക്കാണോ ഷെയർ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ കമ്പനിയിലേക്ക് അടച്ചു തീർക്കാത്ത എമൗണ്ട് മാത്രമാണ് അയാളുടെ ലയബിലിറ്റി ആയി വരുന്നതുള്ളൂ. ഇതാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. A company has a democratic setup. All the members have the right to elect their representatives on the board. കമ്പനിക്ക് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പാണ് ഉള്ളത്. ജനാധിപത്യപരമായിട്ടാണ് കമ്പനിയുടെ നിയമപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മൾ ഇലക്ഷനിലൂടെ നമ്മളുടെ
ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കമ്പനിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവിടെ എലക്ട് ചെയ്യപ്പെടാനുള്ള അവസരം ഉണ്ട്. Company is in a much better position to raise finance. It can issue prospectus inviting the members of a public to purchase its shares and debentures. ഒരു സിംഗിൾ ഓണർ എൻ്റർപ്രൈസിനേലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനേലും ഒരു കമ്പനിക്ക് ഫിനാൻസ് റൈസ് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. കമ്പനി അതിൻ്റെ പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഫിനാൻസിലേക്ക് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ നമുക്ക് ഈസിയായി കളക്ട് ചെയ്യാൻ സാധിക്കും.